ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് NLP ടെർമിനോളജി. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ്, അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലെവൽസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫോണോളജി, മോർഫോളജി, മോർഫീം, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, ഡിസ്കോഴ്സ് ആൻഡ് വേൾഡ് നോളജ്. ഇത്രയും ലെവൽസ് അല്ലെങ്കിൽ ഇത്രയും ടെർമിനോളജി ചേർന്നാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടെർമിനോളജി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നാച്ചുറൽ NLP എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫോണോളജി, മോർഫോളജി, മോർഫീം, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, ഡിസ്കോഴ്സ് ആൻഡ് വേൾഡ് നോളജ്. അപ്പോൾ ഫോണോളജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓർഗനൈസിങ് സൗണ്ട് സിസ്റ്റമാറ്റിക്കലി. സൗണ്ടിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ഫോണോളജി എന്ന് പറയുന്നത്. സോ ഫോണോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ സൗണ്ട്സ് ദാറ്റ് മേക്കപ്പ് വേർഡ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വേർഡ്സ് ഫ്രം സൗണ്ട്സ്. അതായത് സൗണ്ടിൽ നിന്ന് വേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ തന്നെ അതിനകത്ത് ആ സൗണ്ടിൽ നിന്ന് വേർഡ്സിനെ ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫോണോളജി എന്ന് പറയുന്നത്. ഓർഗനൈസിങ് സൗണ്ട്സ് സിസ്റ്റമാറ്റിക്കായിട്ട് സൗണ്ടിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് എന്തെന്ന് പറയാം? ഫോണോളജി എന്ന് പറയാം. നെക്സ്റ്റ് വൺ മോർഫോളജി. മോർഫോളജി എന്ന് വെച്ചാൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഏതെന്ന് പറയുന്നത് മോർഫോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്ലൈഡ് ടു വേർഡ്സ്. ഈ വേർഡ്സിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഫോണോളജി അല്ലെങ്കിൽ അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. വൺസ് ദർ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഫ്രം സ്പീച്ചിൽ നമ്മൾ വേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് എന്താ അപ്ലൈ ചെയ്യും? അനാലിസിസ് കൊടുക്കും. മോർഫോളജി ലുക്സ് അറ്റ് ദ വേസ് ഇൻ വിച്ച് വേർഡ്സ് ബ്രേക്ക് ഡൗൺ ഇൻ ടു കോമ്പണൻസ് ആൻഡ് ഹൗ ദാറ്റ് അഫക്ട്സ് ദെയർ ഗ്രമാറ്റിക്കൽ സ്റ്റാറ്റസ്. അപ്പോൾ വേർഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന് ഗ്രമാറ്റിക്കലി ഇതിനെ സെൻറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കും. വൺ വേർഡിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് വേർഡ്സ് ഫ്രം പ്രിമിറ്റീവ് മീനിങ്ഫുൾ യൂണിറ്റ്സ്. അതായത് മീനിങ്ഫുൾ സെൻറ്റൻസസ് ചെയ്യുന്ന വേർഡ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് മോർഫോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അനാലിസിസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ വേർഡ്സിനെ സെൻറ്റൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് അതിനെ അനലൈസ് ചെയ്ത് അനാലിസിസ് നടത്തി എന്താണ് വേർഡ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് മോർഫോളജി എന്ന് പറയുന്നത്. തേർഡ് വൺ മോർഫീം. മോർഫീം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രിമിറ്റീവ് യൂണിറ്റ് ഓഫ് മീനിങ് ഇൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും പ്രിമിറ്റീവ് യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത് മോർഫീം എന്ന് പറയുന്നത്. ഫോർത്ത് വൺ സിൻടാക്സ്. ദാറ്റ് ഈസ് ഇറ്റ് റെഫേഴ്സ് ടു ദ അറേഞ്ചിങ് വേർഡ്സ് ടു മേക്ക് എ സെൻറ്റൻസ്. എങ്ങനെയാണ് വേർഡ്സ് അറേഞ്ച് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ സ്ട്രക്ചറൽ റോൾ ഓഫ് വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ് ആൻഡ് ഇൻ ഫ്രേസസ്. അതായത് സെൻറ്റൻസിലെ വേർഡ്സിൻ്റെ എന്താണ് സ്ട്രക്ചറൽ റോൾ എന്താണ്, അതുപോലെ തന്നെ ഫ്രേസസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇതിനെ പറ്റിയാണ് എന്തെന്ന് പറയുന്നത് സിൻടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ദ റൂൾസ് ഓഫ് ദ ഗ്രാമർ ഫ്രം ദ ലാംഗ്വേജ് ബീങ് യൂസ്ഡ്. അപ്പോൾ റൂൾസൊക്കെ ഗ്രാമാറ്റിക്കൽ റൂൾസൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏത് ലെവലിലാണ്? സിൻടാക്സ് ലെവലിലാണ്. സോ സിൻടാക്സ് ഡിറ്റർമിൻസ് ദ റോൾ ഓഫ് ഈച്ച് വേർഡ് ഇൻ എ സെൻറ്റൻസ് ആൻഡ് ദിസ് എനേബിൾസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു കൺവേർട്ട്സ് സെൻറ്റൻസസ് ഇൻ ടു എ സ്ട്രക്ചർ ദറ്റ് ക്യാൻ ബി മോർ ഈസിലി മാനിപ്പുലേറ്റഡ്. ഞാൻ ഒരു ടെക്സ്റ്റിലെ കുറച്ച് പോർഷനും കൂടെ റെഫർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, സിൻടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമർ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സെൻറ്റൻസിൽ സിൻടാക്സ് ഓരോ വേർഡിൻ്റെയും റോൾ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും സിൻടാക്സ് നോക്കിയാൽ. സോ സിൻടാക്സ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു അറേഞ്ചിങ് വേർഡ്സ് ടു മേക്ക് എ സെൻറ്റൻസ്. സെൻറ്റൻസിൽ വേർഡ്സിന് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, ആ വേർഡ്സിനെ അറേഞ്ച് ചെയ്തുള്ള സെൻറ്റൻസ് ആകുമോ, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് എന്ന് പറയുന്നത് സിൻടാക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെമാൻറ്റിക്സ്. ദാറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ടു കമ്പൈൻ വേർഡ്സിൻ്റെ മീനിങ്ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. അതായത് വേർഡ്സിൻ്റെ മീനിങ്സും ഒക്കെ നോക്കിയിട്ട് ആ വേർഡ്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് മീനിങ്ഫുൾ സെൻറ്റൻസസ് ആയിട്ട് ഫോം ചെയ്യുന്നതിനാണ് അതെന്ന് പറയുന്നത് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെമാൻറ്റിക്സ് ഇൻവോൾവ്സ് ദ എക്സാമിനേഷൻ ഓഫ് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. സിൻടാക്റ്റിക്കലി ചില സെൻറ്റൻസസ് സിൻടാക്റ്റിക്കലി കറക്റ്റ് ആയിരിക്കും, ബട്ട് സെമാൻറ്റിക്കലി മീനിങ് ലെസ് ആയിരിക്കും. അപ്പോൾ ഓരോ സെൻറ്റൻസിലെയും വേർഡ്സ്
വേർഡ്സിനെ നോക്കിയിട്ട് വേർഡ്സിൻ്റെ മീനിങ് നോക്കിയിട്ട് അതിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിനെ കമ്പൈൻ ചെയ്താൽ മീനിങ് ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഒക്കെ ആക്കാൻ പറ്റുമോ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സെമാൻറ്റിക്സ് മീൻസ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ടു കമ്പൈൻ വേർഡ്സ് ഇൻ ടു മീനിങ് ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ്. ഓക്കെ, അടുത്ത ലെവൽ അല്ലെങ്കിൽ അടുത്ത ടെർമിനോളജി എന്ന് വെച്ചാൽ ടേം എന്ന് വെച്ചാൽ പ്രാഗ്മാറ്റിക്സ്. പ്രാഗ്മാറ്റിക്സ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ടു സെൻറ്റൻസസ്. That is, it deals with the using and understanding sentences in different situations and how the interpretation of the sentence is affected. അതായത് ഹ്യൂമൻ ബീങ്സിനെ പോലെ സെൻറ്റൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആൻഡ് ഹൗ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ സെൻറ്റൻസ് ഈസ് അഫക്റ്റഡ്, എങ്ങനെയാണ് ആ സെൻറ്റൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ആ സെൻറ്റൻസ് എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഇതിനെപ്പറ്റിയൊക്കെ വിവരിക്കുന്ന ടേമാണ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെവൽ അല്ലെങ്കിൽ അടുത്ത ടെർമിനോളജി എന്ന് വെച്ചാൽ ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് സെൻറ്റൻസസ് ക്യാൻ അഫക്റ്റ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. അതായത് പ്രീവിയസ് സെൻറ്റൻസ് എങ്ങനെ നെക്സ്റ്റ് സെൻറ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, അതിനെയാണിതെന്ന് പറയുന്നത് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് വേൾഡ് നോളജ് റിലേറ്റ്സ് ടു ലാംഗ്വേജ് എ യൂസർ മസ്റ്റ് ഹാവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്യാരി ഓൺ എ കോൺവെർസേഷൻ. അതായത് പ്രീവിയസിൽ എങ്ങനെയാണ് പ്രീവിയസ് സെൻറ്റൻസസിൽ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഇതിനെയാണെന്ന് പറയുന്നത് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിങ് സെൻറ്റൻസസ് ക്യാൻ അഫക്ട് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് വെച്ചാൽ വേൾഡ് നോളജ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ജനറൽ നോളജ് അബൌട്ട് ദ വേൾഡ്. അതായത് വേൾഡിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള നോളജിനെയാണെന്ന് പറയുന്നത് വേൾഡ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് NLP ടെർമിനോളജി അല്ലെങ്കിൽ NLP ലെവൽസ് എന്ന് വെച്ചാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ലെവൽസ് അല്ലെങ്കിൽ ടെർമിനോളജി എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഫോണോളജി, മോർഫോളജി, മോർഫീം, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, ഡിസ്കോഴ്സ് ആൻഡ് വേൾഡ് നോളജ്. ഇങ്ങനെ 7 സ്റ്റെപ്പാണ് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 7 ടേംസ് അല്ലെങ്കിൽ 7 ലെവൽസാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിനകത്ത് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ NLP. NLPയിൽ എത്ര സ്റ്റെപ്സ് ആണുള്ളത്? നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പഠിച്ചപ്പോഴും അതിനകത്ത് കമ്പൈലർ ഡിസൈൻ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഏതൊക്കെ അനാലിസിസ് ഉണ്ട്, അതിനകത്ത് മിക്ക അനാലിസിസ് ഇതിനകത്ത് വരുന്നുണ്ട്. 3 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ലെക്സിക്കൽ, സിൻടാക്സ്, സിൻടാക്സ്, സെമാൻറ്റിക്, ഇത് 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ 2 എണ്ണേ ഉള്ളൂ ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് കമ്പൈലർ പഠിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലെക്സിക്കൽ അനാലിസിസ് അല്ലേ, രണ്ടാമത്തെ സിൻടാക്സ് അനാലിസിസ് അല്ലേ, മൂന്നാമത്തെ സെമാൻറ്റിക് അനാലിസിസ്. ഓക്കെ, 4ഉം 5ഉമാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. ഡിസ്ക്ലോഷർ ഇൻ്റഗ്രേഷനും ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷനാണ് കേട്ടോ, ഡിസ്ക്ലോഷർ അല്ല, ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷനാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഡിസ്ക്ലോഷർ ഇൻ്റഗ്രേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്, ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് NLPയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. അതിൽ 5 ജനറൽ സ്റ്റെപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ലെക്സിക്കൽ അനാലിസിസ്. ലെക്സിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ആൻഡ് അനലൈസിങ് ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സിനെ സെൻറ്റൻസ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ. ലെക്സിക്കൺ ഓഫ് എ ലാംഗ്വേജ് മീൻസ് ദ കളക്ഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ എ ലാംഗ്വേജിലെ ലെക്സിക്കോൺ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ലെക്സിക്കോൺ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡിക്ഷണറിയാണ്. കളക്ഷൻ ഓഫ് വേർഡ്സും അതിൻ്റെ ഫ്രേസസും ഒക്കെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതെന്ന് പറയുന്നത് ലെക്സിക്കോൺ എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിൻ്റെ ലെക്സിക്കോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിക്ഷണറി പോലെ ആക്ട് ചെയ്യും. സോ ലെക്സിക്കൽ അനാലിസിസ് ഇസ് ഡിവൈഡിങ് ദ ഹോൾ ടെക്സ്റ്റ് ഇൻ ടു പാരഗ്രാഫ്സ്, സെൻറ്റൻസസ് ആൻഡ് വേർഡ്സ്. ഹോൾ ടെക്സ്റ്റിനെ പാരഗ്രാഫ്സ് ആയിട്ടും സെൻറ്റൻസസ് ആയിട്ടും വേർഡ്സ് ആയിട്ടും ബ്രേക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈങ് ആൻഡ് അനലൈസിങ് ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് മീൻസ് ലെക്സിക്കൽ അനാലിസിസ്. അതിനകത്തൊരു ടേം പറഞ്ഞായിരുന്നല്ലോ, ലെക്സിക്കോൺ. ലെക്സിക്കോൺ എന്ന് വെച്ചാൽ ഡിക്ഷണറി ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് മീൻസ് ദ കളക്ഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ എ ലാംഗ്വേജ്. That is called lexical analysis. That is the first steps in NLP. Second step എന്ന് പറഞ്ഞാൽ syntactic analysis, parsing. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ് പാഴ്സിങ്. ഓക്കെ, അപ്പോൾ പാഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ് ഫോർ ഗ്രാമർ ആൻഡ് അറേഞ്ചിങ് ദ വേർഡ്സ് ഇൻ എ മാനർ ദറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേർഡ്സ്. അതായത് സെൻറ്റൻസസിലെ വേർഡ്സിനെ ഒരു ഡിഫറെൻ്റ് ഒരു പർട്ടിക്കുലർ രീതിയിൽ
അറേഞ്ച് ചെയ്ത് അതിനെ തമ്മിലുള്ള ആ സെൻറ്റൻസസ്, ആ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള അനാലിസിസിനെയാണ് ഇതെന്ന് പറയുന്നത് സിൻറ്റാക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സിൻറ്റാക്റ്റിക് അനാലിസിസ് അല്ലെങ്കിൽ പാഴ്സിംഗ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ് ഫോർ ഗ്രാമർ ആൻഡ് അറേഞ്ചിങ് വേർഡ്സ് ഇൻ എ മാനർ ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ വേർഡ്സിനെ അനലൈസ് ചെയ്ത് അതിനകത്ത് ഏതൊക്കെ ഗ്രാമർ റൂൾസാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഏത് നോക്കിയാൽ പറ്റും, സിൻറ്റാക്സ് അനാലിസിസ് ചെയ്ത് നോക്കിയാൽ പറ്റും, അല്ലെങ്കിൽ പാഴ്സിംഗ് ചെയ്ത് നോക്കിയാൽ പറ്റും. ദ സെൻറ്റൻസ് സജസ്റ്റ് the school goes to boy is rejected by English syntactic analyzer. എന്താ ഒരു മീനിങ് ഇല്ലാത്ത സെൻറ്റൻസ് ആണ് അല്ലേ. ദ സ്കൂൾ ഗോസ് ടു ബോയ് എന്നുള്ളതൊരു മീനിങ്ലെസ് സെൻറ്റൻസ് ആയതുകൊണ്ട് സോ ഇറ്റ് ഇസ് റിജക്റ്റഡ് ബൈ ദ ഇംഗ്ലീഷ് സിൻറ്റാക്സ് അനലൈസർ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫിഗറോടെ വരയ്ക്കണേ. ലെക്സിക്കൽ അനാലിസിസ്, സിൻറ്റാക്റ്റിക് അനാലിസിസ്, സെമാൻറ്റിക്, ഡിസ്ക്ലോഷർ അല്ല ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷൻ, ദെൻ പ്രാഗ്മാറ്റിക് അനാലിസിസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സെമാൻറ്റിക് അനാലിസിസ്. ദാറ്റ് ഈസ് ഇറ്റ് ഡ്രോസ് ദ എക്സാക്റ്റ് മീനിങ് ഓർ ദ ഡിക്ഷണറി മീനിങ് ഫ്രം ദ ടെക്സ്റ്റ്. അതായത് കറക്റ്റ് മീനിങ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയാം. ദ ടെക്സ്റ്റ് ഈസ് ചെക്ക്ഡ് ഫോർ മീനിങ്ഫുൾനെസ്. ഇറ്റ് ഈസ് ഡൺ ബൈ മാപ്പിംഗ് സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ ദ ടാസ്ക് ഡൊമൈൻ. ദ സെമാൻറ്റിക് അനലൈസർ disregards sentences just hot ice cream. അതായത് സെമാൻറ്റിക് അനാലിസിസിൽ എന്ന് വെച്ചാൽ എക്സാക്റ്റ് മീനിങ്, ടെക്സ്റ്റിന് എക്സാക്റ്റ് മീനിങ് കൊടുത്ത് അനലൈസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷൻ. ദറ്റ് ഈസ് ദ മീനിങ് ഓഫ് എനി സെൻറ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസസ് ജസ്റ്റ് ബിഫോർ ഇറ്റ്. അതായത് പ്രീവിയസ് ആ സെൻറ്റൻസിന് എന്ത് മീനിങ് ആണോ ഉള്ളത് അത് തന്നെയായിരിക്കും അടുത്ത സിറ്റുവേഷനിലും ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദ മീനിങ് ഓഫ് ദ എനി സെൻറ്റൻസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസസ് ജസ്റ്റ് ബിഫോർ ഇറ്റ്. ഇൻ അഡീഷൻ ഇറ്റ് ആൾസോ ബ്രിങ്സ് അബൌട്ട് ദ മീനിങ് ഓഫ് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് സെൻറ്റൻസസ്. ഇമ്മീഡിയറ്റ് സക്സീഡ് ആയിട്ടുള്ള സെൻറ്റൻസസിൻ്റെ മീനിങ്സും എന്താണ് ഇതിനകത്ത് ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷൻ. അടുത്തെന്ന് വെച്ചാൽ പ്രാഗ്മാറ്റിക് അനാലിസിസ്. പ്രാഗ്മാറ്റിക് അനാലിസിസിൽ പറയുന്നത് വെച്ചാൽ വാട്ട് വാസ് സെഡ് ഈസ് റീഇൻറ്റർപ്രിറ്റഡ് ഓൺ വാട്ട് ഇറ്റ് ആക്ച്വലി മീൻ. അതായത് നമ്മൾ അത് സെൻറ്റൻസ് എന്താണോ പറഞ്ഞത് അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് എന്താണ് അത് മീൻ ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡിറൈവിങ് ദോസ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് വിച്ച് റിക്വയർ റിയൽ വേൾഡ് നോളജ്. അതായത് റിയൽ വേൾഡ് നോളജിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രാഗ്മാറ്റിക് അനാലിസിസിൽ റീഇൻറ്റർപ്രറ്റ് ചെയ്യും. സെൻറ്റൻസസിലെ വേർഡ്സിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്ത് അത് ആക്ച്വലി എന്താണ് മീൻ ചെയ്തതെന്ന് നോക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് പ്രാഗ്മാറ്റിക് അനാലിസിസ്. ഇങ്ങനെ 5 സ്റ്റെപ്സാണ് ഏതിനകത്തുള്ളത്? നമ്മളുടെ ഏതിനകത്തുള്ളത് സെമാൻറ്റിക് അനാലിസിസ് സ്റ്റെപ്സ് ഇൻ NLPക്കകത്ത് ഉള്ളത്. ഓക്കെ.